Hi friends, എല്ലാവർക്കും കിങ്ങുകിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹൈദരാബാദി ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അതുപോലെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/4 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം തന്നെ ചേർക്കാൻ നോക്കുക. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിലരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ നിറമാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റെങ്കിലും അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതിയാകും. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദേ കണ്ടോ, ചിക്കനിനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം തൈരിലാണല്ലോ മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തൈര് ചേർക്കുകയാണെങ്കിൽ അധികം ഉടയാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം 1, 2, 3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചിക്കനൊന്നും ഒട്ടും ഉടയാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറിയുടെ അവസാന സ്റ്റേജ് ആയി കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തൈരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇത് നല്ല പുളിയുള്ളതായിരിക്കും എന്നൊക്കെ. പക്ഷെ ഒട്ടും പുളിയില്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന തൈര് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക. പുളി ഉണ്ടെങ്കിൽ ഈ ചിക്കൻ കറി കുറച്ച് പുളിപ്പായിട്ട് തോന്നും. അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ കറിയുടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.